ബംഗാളിൽ ഏതായാലും 12 മണിക്കൂർ ബന്ദാണ് ഇന്ന് BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് ബന്ദ് തുടങ്ങി. കാരണം ഇന്നലെ മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് വലിയ രീതിയിൽ അക്രമാസക്തമായിരുന്നു. പ്രതിഷേധക്കാരെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിരുന്നു കൂടുതൽ പ്രതിഷേധ രംഗത്തുണ്ടായിരുന്നത്. അവരെയൊക്കെ തന്നെ പോലീസ് ലാത്തിചാർജ് ഉപയോഗിച്ചുകൊണ്ട് നേരിട്ടു. ഒപ്പം ലാത്തിചാർജ് നടത്തി. ഇതിന് പുറമെ കണ്ണീർ വാതകം പ്രയോഗിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിലേക്ക് കൊൽക്കത്ത നഗരം വലിയ രീതിയിലുള്ള സംഘർഷത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. ഏതായാലും ഇന്ന് ഇപ്പോൾ BJPയുടെ ബന്ദാണ്. അതായത് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഒപ്പം അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ 12 മണിക്കൂർ ബന്ദ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് 220 പേരാണ് ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇന്നലത്തെ അക്രമ സംഭവങ്ങളുമായി പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ BJP പ്രവർത്തകരുമുണ്ട്. ഇതാണ് ഇന്നിപ്പോൾ വലിയ ആയുധമാക്കുന്നത് BJP. ഏതായാലും നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് പലയിടത്തും വാഹനങ്ങൾ BJP പ്രവർത്തകർ തടഞ്ഞിട്ടുണ്ട്. ഹൂഗ്ലിയിൽ ട്രെയിൻ തടഞ്ഞു. പ്രത്യേകിച്ച് ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ബന്ദ് വിജയിപ്പിക്കാനുള്ള പരിപാടികൾ BJP ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മറുവശത്ത് സർക്കാർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയ കാര്യം ബന്ദിനോട് ഒരു തരത്തിലും യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ സാധാരണ ദിവസം പോലെ ഇന്നും കടന്നുപോകുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. പല നേതാക്കളും ഇന്നലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ പങ്കുവച്ചിരുന്നു. അതായത് സ്കൂളുകൾ പ്രവർത്തിക്കും, സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കും, വാഹനങ്ങളോടും. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിലായിരിക്കും കാര്യങ്ങൾ. സർക്കാർ അവർക്കൊപ്പം ഉണ്ട് എന്നൊരു പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നും തൃണമൂലിന്റെ ഭാഗത്തുനിന്നും വന്നിരുന്നു. പല നേതാക്കളും അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് അല്പസമയത്തകം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കൊൽക്കത്ത നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പ്രതിഷേധ പ്രകടനം നടത്താൻ BJP ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബംഗാളിൽ നിന്ന് ദേശീയ തലത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന്